Hi everybody, AEC English Language Skills for Sciences, third module, third chapter, Light on a Dark Lady by Annie Piper. So when we come to this chapter, first of all we want to know who is Rosalind Franklin. Rosalind Franklin, she was a British chemist and X-ray crystallographer. She studied about the molecular structure in RNA and DNA. ഇപ്പോൾ RNA, DNA ഇവയിലൊക്കെയുള്ള മോളിക്കുലർ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും വൈറസ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ തൻ്റേതായ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഈ രംഗങ്ങളിൽ നൽകുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് ഫ്രണ്ട് അവരായിരുന്നു ഈ പറയുന്ന ആനി പൈപ്പർ. സോ ഈ ആനി പൈപ്പറിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് ഈ പറയുന്ന റൊസാലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ചുള്ളൊരു ട്രിബ്യൂട്ടാണ് ഈ പറയുന്നൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു അനക്ഡോട്ട് രൂപത്തിൽ, ഒരു ഓർമ്മക്കുറിപ്പ് രൂപത്തിൽ നമ്മുടെ ഈ ആനി പൈപ്പർ തൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ഓർത്തെടുത്ത് പറയുകയാണ്. അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പ്രൊഫഷണൽ ലൈഫ് എന്നീ മേഖലകളെക്കുറിച്ച് ഓർത്തെടുത്ത് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. സോ ഈ ഒരു ചാപ്റ്റർ ലെങ്തി ചാപ്റ്ററാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഒരു സമ്മപ്പ് വേർഷനാണ് നോക്കുന്നത്. ആ ക്ലാസ്സിൻ്റെ ഒരു സമ്മപ്പ് വേർഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലാസ്. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ സമ്മപ്പ് ഓഫ് ദ ചാപ്റ്റർ ലൈറ്റ് ഓൺ എ ഡാർക്ക് ലേഡി. Rosalind Franklin, a scientist known for her work on DNA at King's College in London, was a woman of abilities and courage. സോ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, സയൻറ്റിസ്റ്റായ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് DNA അവരുടെ റിസർച്ച് അതല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ആ പേരിലാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് കുറേ കൂടി ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവരുടെ പഠനം എന്ന് പറയുന്നത് കിങ്സ് കോളേജ്, ലണ്ടനിലുള്ള കിങ്സ് കോളേജിലായിരുന്നു. ആൻഡ് വാസ് എ വുമൺ ഓഫ് എബിലിറ്റീസ് ആൻഡ് കൊറേജ്. ഒരുപാട് എബിലിറ്റീസ്, കഴിവുകളുള്ള ഒരാളായിരുന്നു റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. അതുപോലെ തന്നെ ധൈര്യം ഉള്ള ഒരു പെൺകുട്ടി കൂടിയായിരുന്നു റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. ഡിസ്പൈറ്റ് ഹെർ ഫെയിം, ഷി ഫേസ്ഡ് അൺഫെയർ പ്രെജുഡൈസസ് അഗെയിൻസ്റ്റ് വിമൻ സയൻറ്റിസ്റ്റ്. സോ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള പ്രെജുഡൈസസ്, മുൻവിധികൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഒരു വുമൺ സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള പ്രെജുഡൈസസ് ഒക്കെ നേരിടേണ്ടി വന്നൊരു വ്യക്തി കൂടിയാണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. The speaker dedicates an article to her, originally presented to the Wimbledon Literary and Scientific Society. സോ ഈ ഒരു ഓഥർ അവർക്ക് വേണ്ടിയൊരു ഈ പറയുന്ന ആർട്ടിക്കിൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് പ്രസൻറ്റ് ചെയ്യുന്നത് വിംബിൾഡൺ ലിറ്റററി ആൻഡ് സയൻറ്റിഫിക് സൊസൈറ്റിയിൽ വെച്ചിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഷി റിവീൽസ് ദാറ്റ് ഫ്രാങ്ക്ലിൻ വാസ് സ്ട്രിക്റ്റ് ബട്ട് ഹെർ കോൺട്രിബ്യൂഷൻസ് ടു സയൻസ് വർ സിഗ്നിഫിക്കൻറ്റ്. സോ ഓഥർ നമ്മളോട് പറയുകയാണ്, ഫ്രാങ്ക്ലിൻ്റെ ഒരു സ്വഭാവം, നേച്ചർ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയുള്ളൊരു നേച്ചറായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ, സയൻസ് എന്നുള്ള വേൾഡിന് നൽകിയ ഒരു കോൺട്രിബ്യൂഷൻ അതൊരു സിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ സയൻസിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻസ് ബാക്ക്ഗ്രൗണ്ട്. ദ ഓഥർ അറ്റൻഡഡ് സെൻറ്റ് പോൾസ് ഗേൾസ് സ്കൂൾ അറ്റ് 11 ആൻഡ് മെറ്റ് റൊസാലിൻഡ് ഇൻ 1932. സോ ഓഥർ പഠിച്ചത് സെൻറ്റ് പോൾസ് ഗേൾസ് സ്കൂളിലാണ്. 11ാമത്തെ വയസ്സിൽ ആണ്, അതായത് 1932 അവിടെ പഠിക്കുന്ന സമയത്ത് റൊസാലിൻഡിനെ കണ്ടുമുട്ടുന്നത്. ബോത്ത് എക്സെൽഡ് ഇൻ ദയർ സബ്ജക്ട്സ്, വിത്ത് റൊസാലിൻഡ് സ്റ്റഡിയിങ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് പ്യൂർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്. രണ്ടുപേരും പഠനത്തിൽ നല്ല രീതിയിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടികളായിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, പ്യൂർ ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് തുടങ്ങിയവയിലെല്ലാം മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥികളായിരുന്നു. റൊസാലിൻസ് upbringing was different from the others, with her maternal grandfather being a Jewish professor and her father being an Orthodox Jewish family. റൊസാലിൻഡിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഓഥറിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ബിക്കോസ് അതായത് റൊസാലിനിൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ അതായത് അമ്മയുടെ അച്ഛൻ. സോ ബീയിങ് എ ജൂയിഷ് പ്രൊഫസർ ആൻഡ് ഹെർ ഫാദർ ബീയിങ് ആൻ ഓർത്തഡോക്സ് ജൂയിഷ് ഫാമിലി. അപ്പോൾ ഒരു ജൂയിഷ് പ്രൊഫസറായിരുന്നു
റൊസാലിൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഒരു ജൂയിഷ് പ്രൊഫസറായിരുന്നു. അതുപോലെ തന്നെ ഫാദർ എന്ന് പറയുന്നത് ഒരു ഓർത്തഡോക്സ് ജൂയിഷ് ഫാമിലിയിൽ നിന്നായിരുന്നു. ഇത്രയുമാണ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നമുക്ക് പറയേണ്ട ഒരു സമ്മപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാംബ്രിഡ്ജ്. Rosalind, a determined student at Newnham University, struggled with the finals and was offered a research grant to study gas phase chromatography in Cambridge. സോ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ന്യൂൺഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അവരൊരു റിസർച്ച് പ്രപ്പോസൽ അയക്കുകയാണ്. ടോപ്പിക് എന്ന് പറയുന്നത് ടു സ്റ്റഡി ഗ്യാസ് ഫേസ് ക്രൊമാറ്റോഗ്രഫി ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗ്യാസ് ഫേസ് ക്രൊമാറ്റോഗ്രഫിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റിസർച്ച് പ്രപ്പോസൽ അവർ അയച്ചു. വിത്ത് ഫ്രഞ്ച് റെഫ്യൂജി അഡ്രീനെ വെയിൽ ഷീ എംബ്രേസ്ഡ് എ സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ് ബ്രേക്കിംഗ് ഫാമിലി എക്സ്പെക്റ്റേഷൻസ്. അതുപോലെ തന്നെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിന് ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടായി എന്ന് പറയുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ബ്രേക്കിംഗ് ഫാമിലി എക്സ്പെക്റ്റേഷൻ. അവരുടെ ഫാമിലി ഒട്ടും അത് പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഫാമിലിയുടെ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് റൊസാലിൻഡ് ഫ്രാങ്ക്ലിന് ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവ് പതുക്കെ മൈൻഡിൽ ഉണ്ടായി. ദ വാർ ഇയേഴ്സ്. ഇൻ 1942 Rosalind and I left Cambridge for war work, working at BCURA and BAC before joining Bristol University. സോ 1942 റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും അതുപോലെ തന്നെ നമ്മുടെ ഓഥറും രണ്ടുപേരും കാംബ്രിഡ്ജ് വിട്ടു. ആൻഡ് ഫോർ വാർ വർക്ക് അതിനുവേണ്ടി അവർ കാംബ്രിഡ്ജ് വിടുന്നു. ആൻഡ് വർക്കിംഗ് അറ്റ് BCURA അവർ വർക്ക് ചെയ്തു. ഈ BCURA എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൾ യൂട്ടിലൈസേഷൻ റിസർച്ച് അസോസിയേഷനാണ്. അപ്പോൾ അവിടെ അവർ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ BAC ബ്രിസ്റ്റോൾ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ, അവിടെയും അവർ വർക്ക് ചെയ്തു. ബിഫോർ ജോയിനിങ് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി, അതിനുശേഷം അവർ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നു. സോ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് BCURA അതുപോലെ തന്നെ BAC എന്നിവിടങ്ങളിൽ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും ഓഥറും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഡിസ്പൈറ്റ് ലിമിറ്റഡ് ലീവ് വി എൻജോയ്ഡ് 2 വാക്കിംഗ് ഹോളിഡേയ്സ്. അതുപോലെ തന്നെ ഇവർ ഈ ഹോളിഡേ ഒക്കെ ആസ്വദിക്കുന്ന രണ്ട് കൂട്ടരായിരുന്നു ഇവർ. ഹോളിഡേയ്സൊക്കെ അതിൻ്റേതായ രീതിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും വാക്കിംഗ് ഹോളിഡേയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ വെക്കേഷൻ വേർ ദ മെയിൻ ആക്ടിവിറ്റി ഈസ് വാക്കിംഗ് ഓർ ഹൈക്കിംഗ്, യൂഷ്വലി ഇൻ കൺട്രി സൈഡ്. സാധാരണ കൺട്രി സൈഡിലൊക്കെ പിന്നെ നടത്തത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കാഴ്ചകൾ കണ്ട് പ്രകൃതി മനോഹരമായ സ്ഥലത്തൂടി നടന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്ന ആ വാക്കിംഗ് ഹോളിഡേയ്സ് അതൊക്കെ നല്ല രീതിയിൽ അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുകയാണ്. പാരീസ്. ഇൻ 1947 റൊസാലിൻഡ് ലെഫ്റ്റ് BCURA ആൻഡ് സൗട്ട് മാർസൽ മാത്യൂസ് സർവീസസ്, ലീഡിംഗ് ടു ഹെർ അപ്പോയിൻമെൻറ്റ് ആസ് റിസർച്ച് വർക്കർ അറ്റ് ദി സെൻട്രൽ സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ കെമിക്കൽ സർവീസസ്. സോ 1947 റൊസാലിൻഡ് BCURA വിടുകയും അതുപോലെ തന്നെ മാർസൽ മാത്യു സർവീസിൽ ജോലി അന്വേഷിക്കുകയും അതുപോലെ തന്നെ അവിടെ റിസർച്ച് വർക്കറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യുന്നു. സെൻട്രൽ സ്റ്റേറ്റ് ലബോറട്ടറി ഫോർ കെമിക്കൽ സർവീസസ്, അവിടെയാണ് റിസർച്ച് വർക്കറായിട്ട് ഇവർ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഷീ സ്പെൻഡ് 4 years ഇൻ പാരീസ്. 4 വർഷം പാരീസിൽ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എൻജോയിങ് ഹർ ഫ്രീഡം ആൻഡ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. സോ അവിടെ അവരുടെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ അവിടുന്ന് സാധ്യമാകുന്നു. ഡിസ്പൈറ്റ് ചാലഞ്ചസ് their friendship remained strong and they enjoyed a cycling tour in the Brittany-Normandy area. She felt free from the constraints and criticisms of their daily work. സോ നമ്മുടെ ഓഥറും അതുപോലെ തന്നെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും തമ്മിലുള്ള അടുപ്പം ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണിവ. ഓഥറും റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും ഹോളിഡേയ്സൊക്കെ അവർ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു, സ്പെൻഡ് ചെയ്തിരുന്നു, സൈക്ലിങ്ങിന് പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബ്രിട്ടാനി നോർമാൻഡി ഏരിയ അവിടെയൊക്കെ സൈക്ലിംഗ് ടൂറൊക്കെ ഇവർ പോകുമായിരുന്നു. ആൻഡ് ഷീ ഫെൽറ്റ് ഫ്രീ ഫ്രം ദ കൺസ്ട്രെയിൻസ് ആൻഡ് ക്രിറ്റിസിസംസ് ഓഫ് ദെയർ ഡെയിലി വർക്ക്.
അതുപോലെ തന്നെ ഇങ്ങനെ ടൂറ് ഒക്കെ പോകുന്നതിലൂടെ, യാത്രകളൊക്കെ നടത്തുന്നതിലൂടെ അവരുടെ ഡെയിലി വർക്കിൻ്റെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രഷർ, കൺസ്ട്രൈൻസ്, ക്രിറ്റിസിസംസ്, അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ രക്ഷപ്പെടാനും മൈൻഡിനൊരു ഫ്രീ കൊടുക്കാനും ഒക്കെ അവർക്ക് സാധിച്ചു. കിങ്സ് കോളേജ്. Rosalind, an X-ray crystallographer, moved to London to pursue her research at King's College, London. സോ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരു എക്സ്റേ ക്രിസ്റ്റലോഗ്രഫർ എന്ന രീതിയിൽ അവർ ലണ്ടനിലേക്ക് പോവുകയും അവരവരുടെ പഠനം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതായത് കിങ്സ് കോളേജിലുള്ള ആ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. And upon arrival, she discovered that the Senior Common Room (SCR) was not open to women. അവിടെ വെച്ച് കാണുകയാണ് ഈ SCR, അതായത് സീനിയർ കോമൺ റൂം സ്ത്രീകൾക്ക് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവർ കാണുന്നു. ഈ ഒരു SCR എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മീറ്റിംഗ് ഗ്രൗണ്ടാണ് ഫോർ സീനിയർ മെമ്പേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവരവിടെ നിന്ന് കാണുകയാണ്. കോസിങ് ഫ്രസ്ട്രേഷൻ ആൻഡ് അൺഹാപ്പിനെസ്, അത് അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനും അൺഹാപ്പിനെസ്സും ഉണ്ടാക്കിയെന്ന് പറയുന്നു. ദ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ലീഡിങ് റൊസാലിൻ ടു ഹൈഡ് ഹെർ ഫീലിംഗ്സ് ആൻഡ് ബിക്കം അൺഅപ്രോച്ചബിൾ ഇൻ ഹെർ വർക്ക്. അപ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ, ഈ ഒരു അൺഹാപ്പിനെസ് ഒക്കെ കാരണം പലപ്പോഴും അവർക്ക് അവരുടെ വർക്കിലൊന്നും വേണ്ടത്ര രീതിയിൽ കാര്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് പറയും. ഒരു അൺഅപ്രോച്ചബിൾ ആയിരുന്നു പലപ്പോഴും വർക്കിനോടൊക്കെ. ബിക്കോസ് ഓഫ് ദിസ് ഫ്രസ്ട്രേഷൻ അവർ വിശ്വസിച്ചിരുന്നു ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം അവിടെ കയറാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് തുറന്നു കൊടുക്കാത്തത് എന്നൊക്കെ റൊസാലിൻ ഫ്രാങ്ക്ലിൻ മനസ്സിലാക്കുകയും ഇത്തരം കുറേ ചിന്തകളും ഫീലിംഗും ഒക്കെ പലപ്പോഴും വർക്കിനോടൊരു അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരിലുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. ഡബിൾ ഹെലിക്സ്. വാട്സൺ, a pioneer in DNA structure research, discovered two forms of the helix, A and B, using the Patterson technique. സോ വാട്സൺ എന്ന് പറയുന്നത് ഈ DNA കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തുകയും അതുപോലെ തന്നെ 2 forms ഓഫ് ഹെലിക്സ് കണ്ടുപിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ ഹെലിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് that means it made up of 2 strands that twist around. നമ്മൾ ഈ DNA-യുടെ ഒക്കെ സ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സോ മെയ്ഡ് അപ്പ് ഓഫ് 2 strands that twist around. അപ്പോൾ അതിൻ്റെ 2 ഫോംസുകൾ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് വാട്സൺ, A and B എന്നുള്ള രീതിയിൽ. She later wrote her last paper at King's, while Linus Pauling's paper on DNA was challenged by Watson and Crick's model building approach. സോ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനും DNA കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തുകയും പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ലിനസ് പോളിങ്ങിൻ്റെ ഒരു റിസർച്ച് പേപ്പറിനെ, DNA കുറിച്ചുള്ളൊരു റിസർച്ച് പേപ്പറിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ചാലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു വാട്സൻ്റെയും അതുപോലെ തന്നെ ക്രിക്സിൻ്റെയും മോഡൽ ബിൽഡിംഗ് അപ്രോച്ച്, അതായത് DNA കുറിച്ചിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത്. സോ ആ ഒരു വെല്ലുവിളി ഒക്കെ നടക്കുന്ന ആ രീതിയിൽ, കൗണ്ടർ എന്നുള്ള രീതിയിൽ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ നടക്കുന്ന സമയത്താണ് കിങ്സ് കോളേജിൽ വെച്ച് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ അവസാന പേപ്പർ, ഈ ഒരു റിസർച്ച് വർക്കുമായി ബന്ധപ്പെട്ട്, അവരുടെ റിസർച്ച് വർക്കുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ പേപ്പർ എഴുതുന്നത് ആ ഒരു സമയത്താണ്. Tobacco mosaic virus. Rosalind, a scientist, left King's in 1953 and joined Birkbeck College, working on the tobacco mosaic virus. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ 1953 കിങ്സ് കോളേജ് വിടുകയും ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ ബ്രിക്ബെക്ക് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ വർക്കിംഗ് ഓൺ ദി ടുബാക്കോ മൊസൈക്ക് വൈറസ്, അപ്പോൾ അവിടെ ടുബാക്കോ മൊസൈക്ക് വൈറസിൽ അവർ ജോലി ചെയ്യുകയാണ്. ഡിസ്പൈറ്റ് ഹെർ unattractive political views, she found Bernal's support of women students encouraging. സോ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ വ്യൂസ്, നമ്മുടെ റൊസാലിൻഡ് ഫ്രാങ്ക്ലിങ്ങിൻ്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂസ് നമ്മൾ നേരത്തെ പറയുകയുണ്ടായിരുന്നു. അവരുടെ ഒരു സോഷ്യലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു പലപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നത്.
അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബേണൽസ് സപ്പോർട്ട് ഓഫ് വിമൻസ് സ്റ്റഡി, ബേണൽ എന്ന് പറയുന്നത് ജോൺ ഡെസ്മണ്ട് ബേണലാണ്, ഐറിഷ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വുമൺ സ്റ്റുഡൻസിൻ്റെ നേരേക്കുള്ള അവരുടെ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു സപ്പോർട്ട്, അതിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിന് കിട്ടുകയാണ്, ഒരു എൻകറേജ്മെൻറ്റ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിന് കിട്ടുകയാണ്. Despite her illness, she produced 17 papers in 4.5 years. സോ ഇടയ്ക്ക് അസുഖബാധിതയാവുകയും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ. എന്നിട്ട് പോലും ഷി പ്രൊഡ്യൂസ്ഡ് 17 പേപ്പേഴ്സ് ഇൻ 4.5 years. 4.5 വർഷം കൊണ്ട് 17 റിസർച്ച് പേപ്പറുകളാണ് അവർ കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുന്നു. ട്രിബ്യൂട്ട്സ്. ഇൻ 1962 ക്രിക്ക്, വാട്സൺ ആൻഡ് വിൽക്കിൻസ്, ഇവരൊക്കെ സയൻറ്റിസ്റ്റുകളാണ്. ക്രിക്ക്, ദാറ്റ് മീൻസ് ഫ്രാൻസിസ് എച്ച്.സി. ക്രിക്ക്. ദെൻ വാട്സൺ, ജെയിംസ് ഡി വാട്സൺ, അതാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ യഥാർത്ഥ നെയിം. ആൻഡ് വിൽക്കിൻസ് മൊറൈസ് എച്ച്.എഫ്. വിൽക്കിൻസ്, ഇവരൊക്കെ സയൻറ്റിസ്റ്റുകളാണ്. ഇവർക്കെല്ലാം നോബൽ പ്രൈസ് കിട്ടിയിരുന്നു മെഡിസിനിൽ. സോ ഇൻ 1962 ക്രിക്ക്, വാട്സൺ ആൻഡ് വിൽക്കിൻസ് won the Nobel Prize for Medicine or Physiology for their work on DNA structure, which led to the double helix, with Rosalind Franklin playing a key role. അപ്പോൾ ഈ 3 പേർക്കും DNA-യിലുള്ള അവരുടെ റിസർച്ച്, കണ്ടുപിടുത്തം എന്നിവയിലൊക്കെ അതൊക്കെ പരിഗണിച്ച് ഇവർക്ക് മെഡിസിൻ അല്ലെങ്കിൽ ഫിസിയോളജിയിൽ ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടുന്നു. പക്ഷേ റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, ഇതിലൊക്കെ കീ റോള് വഹിച്ച റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരു നല്ല രീതിയിൽ തന്നെ DNA-യെക്കുറിച്ചും അതുപോലെ തന്നെ ഡബിൾ ഹെലിക്സിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയ റൊസാലിൻഡ് ഫ്രാങ്ക്ലിന് പക്ഷേ നോബൽ പ്രൈസ് ഒന്നും കിട്ടിയില്ല. സെറ്റിംഗ് ദ റെക്കോർഡ് സ്ട്രൈറ്റ്. ജെയിംസ് വാട്സൺസ് എപ്പിലോഗ് ടു ദി ഡബിൾ ഹെലിക്സ് mentions Rosalind Franklin, a 27-year-old scientist known for her X-ray work, Patterson superposition methods, tobacco mosaic virus, and helical construction. സോ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജെയിംസ് വാട്സൻ്റെ എപ്പിലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കൺക്ലൂഷനാണ്. ടു ദ ഡബിൾ ഹെലിക്സ് മെൻഷൻസ് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ, എ 27-year സയൻറ്റിസ്റ്റ്. അപ്പോൾ ഈ വാട്സൻ്റെ കൺക്ലൂഷനിൽ, വാട്സന് എഴുതിയ പേപ്പറിൻ്റെ കൺക്ലൂഷനിൽ, ഡബിൾ ഹെലിക്സിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത പേപ്പറിൽ കൺക്ലൂഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് 27 വയസ്സുണ്ടായിരുന്ന ഈ ഒരു കുട്ടി സയൻറ്റിസ്റ്റിനെ കുറിച്ച്, റൊസാലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ച്. നോൺ ഫോർ ഹെർ എക്സ്റേ വർക്ക്, അതുപോലെ തന്നെ പെറ്റേഴ്സൺ സൂപ്പർപൊസിഷൻ മെത്തേഡ്സ്, ടുബാക്കോ മൊസൈക്ക് വൈറസ്, അതുപോലെ ഹെലിക്കൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയവയിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ചുള്ള പരാമർശം ജെയിംസ് വാട്സണിൻ്റെ കൺക്ലൂഷനിൽ ഉണ്ട് എന്ന് പറയുകയാണ്. ഡെസ്പൈറ്റ് ഇനീഷ്യൽ ഡിസഗ്രിമെൻറ്റ്സ്, ഫ്രാങ്ക്ലിൻസ് ഹോണസ്റ്റി, ജനറോസിറ്റി ആൻഡ് കറേജ് were appreciated. സോ പ്രാരംഭഘട്ടത്തിൽ ഒരു ഡിസഗ്രിമെൻ്റ് ഈ ഒരു വുമൺ സയൻറ്റിസ്റ്റ് നേരിട്ടിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവരുടെ ഹോണസ്റ്റി, ജനറോസിറ്റി, ഉദാരമനസ്കത, ഇതൊക്കെ ആൻഡ് കൊറേജ്, ധൈര്യം, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടു എന്നും കൂടെ പറഞ്ഞാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഓതർ റൊസാലിൻഡ് ഫ്രാങ്ക്ലിനെ കുറിച്ച് ഓർത്തെടുത്ത് അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഓരോന്നും ഓർത്തെടുത്ത് പറയുന്നതാണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ആ ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമ്മളത് സമ്മപ്പ് ചെയ്തിട്ടുള്ളത്. സോ എനിവേ, താങ്ക് യു.